ഹായ്, ഞാൻ ജിജോ പോലോസ്. ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വാരപ്പട്ടി പഞ്ചായത്തിലെ 15ാം വാർഡിൽ നിന്നും ഞാൻ മത്സരിക്കുന്നുണ്ട്. നാളിതുവരെ ശീലിച്ചു വന്ന നമ്മുടെ രാഷ്ട്രീയം നമുക്ക് ദോഷമല്ലാതെ യാതൊരു ഗുണവും ഉണ്ടാക്കുന്നില്ല. സർക്കാരിൽ നിന്നും വെറും 8000 രൂപ കിട്ടുന്ന ഒരു വാർഡ് മെമ്പർ പദവിക്ക് വേണ്ടി എത്ര ലക്ഷങ്ങളാണ് ചിലവാക്കുന്നത്? ഇനി വരാൻ പോകുന്ന പ്രചരണ രീതികൾ കാണുമ്പോൾ നമ്മൾ ഞെട്ടും. ഒന്നും കാണാതെയല്ല ഈ ദൂർത്ത് എന്ന് നമുക്കും അറിയാം. നമ്മുടെ ഇടതും വലതും ശരിയല്ലെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. റോഡ് പണി പോലെയുള്ള പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ വാർഡ് പ്രതിനിധികളെ കണ്ടപ്പോൾ എനിക്ക് നേരിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി. 20 കുടുംബങ്ങളോളമുള്ള ഒരു വഴിയാണ്. ഈ വഴിയിലേക്ക് ഒരു ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ കയറുവരില്ലാത്ത രീതിയിൽ അത്രയും ഒരു ദുരിതപൂർണമായ ജീവിതമാണ് അവർ നയിക്കുന്നത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള റോഡ് പണി അന്വേഷിച്ചു ചെന്നപ്പോൾ വാർഡ് മെമ്പർ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായി. പ്രസിഡന്റ് ജിജോ പോലോസും പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റിയിലെ അംഗങ്ങളും ചേർന്ന് ടാറിംഗ് വർക്ക് നടക്കുന്ന സ്ഥലം സന്ദർശിച്ചിരുന്നു. ടാറിംഗ് ജോലിയിലെ അലംഭാവം നേരിൽ കണ്ട പ്രവർത്തകർ അത് വീഡിയോയിൽ പകർത്തി. ഇതേ തുടർന്നാണ് കയ്യേറ്റമുണ്ടായതെന്നാണ് പരാതി. വണ്ടിയുമായിട്ട് വന്ന് നേരെ ഒന്ന് ഇടിക്കാനുള്ള ശ്രമം, തുടർന്ന് എൻ്റെ മൊബൈൽ തട്ടിപ്പറിച്ച് മറ്റൊരു വഴിയും കാണാത്തതിലാണ് ഞാനന്ന് കോഴിപ്പള്ളി മാതിരപ്പള്ളി റോഡിൽ കുഴികൾ മൂടുന്നതിന് തൂമ്പയും കൊട്ടയുമായി ഇറങ്ങിയത്. അന്ന് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും എന്നോടൊപ്പം കൂടി. പഞ്ചായത്തിന് ഫണ്ടില്ലാത്തതോ പദ്ധതികൾ പൂർത്തീകരിക്കാൻ സംവിധാനങ്ങൾ ഇല്ലാത്തതോ അല്ല, അഴിമതിയാണ് കാതലായ പ്രശ്നം. വർഷങ്ങളായിട്ട് ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കുളമായിരുന്നു ഈ കുളം. പക്ഷേ ഇന്നിപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അത് നശിച്ചുപോയി. വാരപ്പെട്ടി പഞ്ചായത്തിലെ പൊതു ഇടങ്ങൾ വൃത്തിയാക്കിയത്. നിരവധി പാർട്ടി പ്രവർത്തകരും പൊതുജനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികൾ. രാഷ്ട്രീയത്തിന് നേര് തെരഞ്ഞ് ഞാൻ എത്തിയത് ആം ആദ്മി പാർട്ടിയിലാണ്. ആ നേരിൻ്റെ വഴിയാണ് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഒരു അവസരമാണ്. ഈ അവസരം പൂർണ്ണമായും നിങ്ങൾ ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മാറ്റം അനിവാര്യമാണ്. മാറ്റത്തിന് വേണ്ടി ഒരു വോട്ട്, ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി.